കടവയാതി നമ്പർ സിസ്റ്റത്തെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് പറയാം. 3 കാര്യങ്ങൾ കൂടി ഇന്ന് പറയാം. ക എന്നുള്ളത് 1, ഖ എന്നുള്ളത് 2, ഗ എന്നുള്ളത് 3. അതുപോലെ ത 1, രണ്ടാമത്തേത് ഠ അത് 2, ഡ 3, ഡ 4. അങ്ങനെ പിന്നെ ആ 9 അക്ഷരങ്ങളും അതുപോലെ ഞ എന്നുള്ളത് 0, ന എന്നുള്ളത് 0, ന എന്നുള്ളത് 0, ഞ എന്നുള്ളത് 0. ഇത്രയും മനസ്സിലായി. ആദ്യത്തെ അക്ഷരം പറയുമ്പോൾ അത് 1-ാം സ്ഥാനത്ത്, രണ്ടാമത്തെ അക്ഷരം പറയുമ്പോൾ 10-ാം സ്ഥാനത്ത്, മൂന്നാമത്തെ അക്ഷരം പറയുമ്പോൾ 100-ാം സ്ഥാനത്ത്, നാലാമത്തെ അക്ഷരം പറയുമ്പോൾ 1000-ാം സ്ഥാനത്ത് എന്ന് ഇന്നലെ പറഞ്ഞു. യാ രാ ലാ വാശ 1 2 3 4 5 ആണ് എന്നുള്ള പറഞ്ഞു. ഇനി അക്ഷരത്തിന്റെ കൂട്ടത്തിൽ ഇകാരം ചേർത്താലും ഉകാരം ചേർത്താലും ഓകാരം ചേർത്താലും ഏകാരം ചേർത്താലും കാ കി കു കോ കൈ കൃ എക്കത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. നല്ല ശ്ലോക രൂപത്തിൽ നമ്പർ എഴുതാനാണ് ഇങ്ങനെ ഒരു നല്ല സംവിധാനം ഉണ്ടായത്. ഇനി 3 കാര്യങ്ങൾ പറയാറുണ്ട്. കൂട്ടക്ഷരം വരുമ്പോ ന്ധ്യ, സന്ധ്യ, സാക്ക് യാ രാ ലാ വാ ഷ ഷ സ, സാക്ക് 7 എന്നുള്ളതാണ് നമ്പർ, 7 എന്നുള്ളതാണ്. ന്ധ്യയിൽ എന്തൊക്കെയാണ്? ന ഉണ്ട്, ധ ഉണ്ട്, യാ ഉണ്ട്. ന ധ യാ. അതിൽ യാ മാത്രം എടുത്താൽ മതി, അവസാനത്തേത് മാത്രം എടുത്താൽ മതി. കൂട്ടക്ഷരങ്ങളിൽ അവസാനത്തേത് മാത്രം എടുത്താൽ മതി, ഒന്നാമത്തേതല്ല. അദ്രി, ദ്രി എന്ന് പറഞ്ഞാൽ എന്താ? ദ ര, ഇകാരം വരുന്നില്ല. അപ്പൊ ര, അദ്രി എന്ന് പറഞ്ഞാൽ രി എടുക്കാം. ര എടുത്താൽ യാ ര 2 എന്നുള്ള അക്ഷരം വരും. ഷഷ്ടി, അപ്പോ ഷ ട ആണ്. അപ്പോ ട എടുത്താൽ മതി. കൂട്ടക്ഷരത്തില് രണ്ടാമത്തെ അക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി വേറൊന്നുകൂടി നോക്കാം. ഈ ആ ഈ ഇതെല്ലാം സാധാരണഗതിയിൽ വരുന്നുണ്ടാവും. അത് വന്നാൽ ആദ്യം വരികയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് 0 വരണം. അവസാനം വരികയാണെങ്കിൽ 0 വന്നാലും വന്നില്ലെങ്കിൽ പ്രയോജനം ഇല്ലല്ലോ. കാരണം 1000-ാം സ്ഥാനത്ത് 0 വന്നു, അതിനപ്പുറത്തെ നമ്പർ ഇല്ലെങ്കിൽ പ്രയോജനം ഇല്ലല്ലോ. അതുകൊണ്ട് ഓർമ്മിക്കുക, സ്വരാക്ഷരങ്ങൾക്കെല്ലാം 0 വില. സ്വരാക്ഷരങ്ങൾക്ക് 0. കൂട്ടക്ഷരങ്ങൾക്ക് അവസാനത്തെ അക്ഷരത്തിന്റെ വിലയാണ് ഉള്ളത്. പിന്നെ ഓർമ്മിക്കാനുള്ളത് 1-ാമത്തെ പ്രാവശ്യം പറയുന്ന അക്ഷരം, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 1-ാമത്തെ പ്രാവശ്യം പറയുന്ന അക്ഷരം 1-ാം സ്ഥാനത്ത്, രണ്ടാമത് പറയുന്ന 10-ാം സ്ഥാനത്ത്, മൂന്നാമത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, കടവയാതി നമ്പർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം മാതിരിയുള്ള അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ഏത് വേണമെങ്കിലും ചെയ്യാം. രാമനെ ലക്ഷ്മണനോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രാമനെ ലക്ഷ്മണനോട് ചേർക്കുക. രാമൻ പ്ലസ് ലക്ഷ്മണ. രാമയുടെ രാ എത്രയാണ്? 2. മാ എത്രയാണ്? 5. 52. രാമൻ എന്ന് പറഞ്ഞാൽ 52. ഇൻ ഇർ ഇൻ ക്ക് അതിനൊന്നും വാല്യൂ ഇല്ല. ഇൻ എന്ന് പറഞ്ഞാൽ വിലയില്ല, ഇർ എന്ന് പറഞ്ഞാൽ വിലയില്ല. അതൊക്കെ ഇല്ലാതെ പോകുന്നുണ്ട്. രാമനെ, രാ എന്ന് വെച്ചാൽ 2, മാ എന്ന് വെച്ചാൽ 5. അപ്പൊ 52. അതിന് ലക്ഷ്മണനോട് ചേർക്കാം. ല എന്ന് വെച്ചാൽ എത്രയാണ്? യാ രാ ല 3. ലക്ഷ്മ, പക്ഷ് പോയി, കൂട്ടക്ഷരാണ്. മാ എടുക്കുക 5. 53. ലക്ഷ്മ, അപ്പോ ലക്ഷ്മ എന്നുള്ളതിന് 53. നോട്, ലക്ഷ്മണനോട്. ന എന്ന് വെച്ചാല് 5. അപ്പൊ എത്രയായി? ല എന്ന് വെച്ചാൽ 3, ക്ഷ്മ എന്ന് പറഞ്ഞാൽ, മാ എന്ന് പറഞ്ഞാൽ 5, ലക്ഷ്മണ എന്ന് വെച്ചാൽ 5. 552. 553. 553. ലക്ഷ്മണ ന, ലക്ഷ്മണനോട്. ന എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ലക്ഷ്മണനെ നേരുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ 0 ആണ്. 1000-ാം സ്ഥാനത്ത് 0 വന്നു, വിലയില്ല. അപ്പൊ രാമനെ ലക്ഷ്മണനോട് ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, മാ എന്ന് വെച്ചാൽ 5. 52-നെ നേരത്തെ ഞാൻ പറഞ്ഞ 553-നോട് ചേർക്കാം. അനന്തപുരം, ആലോചിക്കുക. അനന്തപുരം എന്ന് വെച്ചാൽ എത്രയാ? വളരെ കോമൺ ആയിട്ട് വരുന്നൊരു വാക്കാണ് അനന്തപുരം. ആ എന്ന് വെച്ചാൽ 0, നാ എന്ന് വെച്ചാൽ 0. തായിലെ താ മാത്രമേ എടുക്കാവൂ. 6. 0 0 6. അനന്തപുരം. പാ എന്ന് വെച്ചാൽ 1, കാട്ട പാ എന്ന് വെച്ചാൽ 1, പൂര എന്ന് വെച്ചാൽ 2. 21 600 അതായത്
360 ഡിഗ്രി ആംഗുലർ മിനിറ്റ് ആക്കി എത്രയുണ്ടാവും? 21,600. 21,600 360 × 60 21,600. ശരിക്ക് കരണപദ്ധതി എഴുതിയ പുതുമന സോമയാജിയുടെ പുസ്തകത്തിൽ മുഴുവനും തന്നെ ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ അനന്തപുരം എന്നാ പറയാ. 360നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റ് ആവും. അപ്പൊ ശരിക്കും അനന്തപുരം കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ പറയുള്ളൂ പണ്ട്. അങ്ങനെ എല്ലാ കടവയാതി നമ്പർ സിസ്റ്റം പഠിച്ചാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നമ്മുടെ പൈതൃകത്തിലുള്ള ഗണിതശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രണാമം, നമസ്കാരം.